മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ട്വിസ്റ്റ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും മന്ത്രിയെ കയ്യേറ്റം ചെയ്ത ദൃശ്യങ്ങൾ കിട്ടിയില്ല. അതേസമയം മന്ത്രിയുടെ നിലയിൽ മാറ്റമില്ലെന്നും കഴുത്തിലെ ഞരമ്പിന് ക്ഷതമുണ്ട് എന്നുമാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം നൽകുന്നവർക്ക് 1 പവൻ സ്വർണം നൽകുമെന്ന വെല്ലുവിളിയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ദുർബലമാകുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമിക്കപ്പെട്ടുവെന്ന വീണ ജോർജ് പറയുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ CCTV പരിശോധനയിൽ അത്തരമൊരു ദൃശ്യം ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ദൃശ്യങ്ങളിലും അത്തരമൊരു സംഭവമില്ല. ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് പ്രചരണം നടത്തിയ CPM-ന് അതേ പ്രചരണം തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. മന്ത്രിയുടേത് അഭിനയമാണോ എന്ന് ജനം വിലയിരുത്തട്ടെ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം മന്ത്രിയുടെ കഴുത്തിന് നീർവീക്കമുണ്ടെന്നും ശരീരവേദന ഉള്ളതിനാൽ യാത്ര ചെയ്യാനാവില്ല എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട എന്നുമാണ് തീരുമാനം. ആരോഗ്യവകുപ്പ് വലിയ ആരോപണങ്ങൾ നേരിടുന്നതിനിടെ പ്രതിരോധിക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാരിന് കോൺഗ്രസ് തന്നെ ഒരുക്കി കൊടുത്തു എന്ന വിമർശനവും ശക്തമാണ്. മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ജില്ലയിൽ പലയിടത്തും കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാലൂർ, കോടിയേരി, മാത്തിൽ എന്നിവിടങ്ങളിലെ കോൺഗ്രസ് ഓഫീസുകളാണ് ആക്രമിക്കപ്പെട്ടത്. അതിനിടെ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് 1 പവൻ സ്വർണം നൽകുമെന്ന് വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. ജനം, കണ്ണൂർ.